ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, പൊട്ടക്കിണറ്റിലെ തവളകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അവയുടെ പ്രത്യേകത? ഒരു കുഴിയിൽ ആ ഇരുട്ടിൽ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. എങ്കിലും തവളകൾ ഹാപ്പിയാണ്. എന്തുകൊണ്ട്? കിണറിന് പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്നോ അവിടെ വളരാനും ഉയരാനും ഒരുപാട് അവസരങ്ങളുണ്ട് എന്നും ഇവയ്ക്കറിയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ആ ഇരുളിൽ, ആ കുഴിയിൽ ജീവിതം ഹോമിക്കപ്പെടാനാണ് അവയുടെ വിധി എന്ന് പറയുന്നത്. എന്തിന് ഇപ്പൊ ഇത് ഓർമ്മിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയാം. പൊട്ടക്കിണറ്റിലെ തവളകളായി നിങ്ങൾ മാറരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ വിശാലമായ ലോകമുണ്ട്. ഈ ലോകം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന നിരവധി അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ആ അവസരങ്ങളെ കരുതലോടെ കൈക്കുമ്പിളിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്പാൽ. അപ്പോ ഇന്നത്തെ നമ്മുടെ ലോക്പാലിന്റെ ആദ്യ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഓംബുഡ്സ്മാൻ. അതായത് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു പഴയ സംവിധാനം, ലോകായുക്തയുടെ മുൻഗാമിയായി ഒരു സംവിധാനമെന്നോ അല്ലെങ്കിൽ ഓംബുഡ്സ്മാന്റെ ഒരു ഇന്ത്യൻ പതിപ്പായിട്ടാണ് നമ്മൾ ലോക്പാലിനെ കാണുന്നത്, ലോക്പാലിനെ ലോകായുക്തയെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു പഴയ സംവിധാനം എന്നുള്ള നിലയിൽ എന്താണ് ഓംബുഡ്സ്മാൻ എന്നത് ഒന്ന് വ്യക്തമാക്കിയതിനു ശേഷം നമ്മൾ ലോക്പാലിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്? ഓംബുഡ്സ് എന്ന വാക്ക് അതൊരു സ്വീഡിഷ് പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഓംബുഡ്സ് എന്ന വാക്ക് ഒരു സ്വീഡിഷ് പദമാണ്. അതിനർത്ഥം റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ എ സ്പോക്ക്മാൻ ഓഫ് അനദർ പേഴ്സൺ, പ്രതിനിധി അല്ലെങ്കിൽ മറ്റൊരാളുടെ വക്താവ് എന്നർത്ഥം വരുന്ന ഓംബുഡ്സ് എന്ന സ്വീഡിഷ് പദത്തിൽ നിന്നാണ് ഓംബുഡ്സ്മാൻ എന്ന വാക്കുണ്ടായത്. അപ്പൊ ആദ്യം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓംബുഡ്സ്മാൻ എന്ന പദം എങ്ങനെയാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാല് ഓംബുഡ്സ് എന്നൊരു സ്വീഡിഷ് പദത്തിൽ നിന്നാണ്. ഓംബുഡ്സിന്റെ മീനിങ് ഇതാണ്: പ്രതിനിധി, എ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ എ സ്പോക്ക്മാൻ ഓഫ് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയുടെ വക്താവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി എന്താണ് ഓംബുഡ്സ്മാൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലുമുള്ള അഴിമതി തടയുന്നതിനും സാധാരണക്കാരന്റെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് തലത്തിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ. അപ്പൊ ഈ ഗവൺമെന്റ് തലത്തിൽ എന്ന് പറഞ്ഞാൽ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ആൻ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ടു ഹാൻഡിൽ ദി കംപ്ലൈന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എന്ന് കൃത്യമായി പറയാം. അതായത് ഭരണതലത്തിലുള്ള അഥവാ ഉദ്യോഗതലത്തിലുള്ള അഴിമതി തടയുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി സാധാരണക്കാരന്റെ പരാതികൾ പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നിലവിൽ വന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതിലൂടെ അഴിമതി തടയുന്നതിന് വേണ്ടി. ക്ലിയർ ആയല്ലോ? അപ്പം ഓംബുഡ്സ്മാൻ ഈസ് ആൻ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ടു ഹാൻഡിൽ ദി കംപ്ലൈന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ, സാധാരണക്കാരന്റെ പരാതികൾ പരിഹരിക്കുന്നതിന്. അതുകൊണ്ട് നമുക്ക് പറയാം ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറി ആണ്, ഒരു മധ്യവർത്തിയാണ്. ആരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റിനും ജനങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മധ്യവർത്തിയാണ് ഓംബുഡ്സ്മാൻ. ഗവൺമെന്റിനും ജനങ്ങൾക്കുമിടയിൽ, ഗവൺമെന്റിന് പല മേഖലകളിൽ നിന്ന് കിട്ടേണ്ടുന്ന സേവനങ്ങൾ കിട്ടാതിരിക്കുമ്പോഴോ അതിന് കാലതാമസം വരുമ്പോഴോ അവിടെ എന്തെങ്കിലും
എന്താണ് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കൈക്കൂലി ചോദിക്കുകയോ മറ്റോ ഉണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസരത്തില് അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കും സർക്കാർ തലത്തിൽ തന്നെ. ആ വ്യക്തിയുടെ പേരാണ് ഓംബുഡ്സ്മാൻ. അതായത് ഹീസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ജനറൽ പബ്ലിക്. പൊതുജനങ്ങളുടെയും സർക്കാരിന്റെയും ഇടയിലുള്ള ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന ആളിനെയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഈ ആശയം തന്നെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ സ്വീഡനിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്വീഡിഷ് പദമാണ് ഓംബുഡ്സ് എന്ന വാക്കെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ആശയം ഓംബുഡ്സ്മാൻ എന്ന ആശയം ഉടലെടുത്തത് ഏത് രാജ്യത്ത് എന്ന് പറഞ്ഞാൽ സ്വീഡനിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ ലോകരാഷ്ട്രം ഏതെന്ന് ചോദിച്ചാലും സ്വീഡനാണ്. വളരെ മുമ്പാണ് 1809 ഓംബുഡ്സ്മാൻ എന്ന അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ സ്വീഡനിൽ നിലവിൽ വന്നത്. അപ്പൊ ഓംബുഡ്സ്മാൻ എന്ന ആശയം ഉടലെടുത്തത് സ്വീഡനിൽ നിന്ന്. ഓംബുഡ്സ് എന്ന പദം സ്വീഡിഷ് പദമാണ്. ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന ആദ്യ ലോകരാഷ്ട്രവും സ്വീഡനാണ്. ഓർമ്മിച്ചോളുക, തെറ്റിക്കരുത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ പോയിന്റ് ആക്കി പറയാം. അതായത് ജനങ്ങൾക്ക്, പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ തന്നെ നിലവിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ. ഇനി ഓംബുഡ്സ്മാൻ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെ ഇടയിലുള്ള മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നു. ഈ ആശയം ഉടലെടുത്തത് സ്വീഡനിൽ നിന്നാണ്. ഒരു സ്വീഡിഷ് പദമായ ഓംബുഡ്സ് എന്ന പദത്തിൽ നിന്നാണ്. ആ പദത്തിന്റെ അർത്ഥം റെപ്രസെന്റേറ്റീവ് എന്നാണ്. സ്പോക്ക് മാൻ ഓഫ് അനദർ പേഴ്സൺ, പ്രതിനിധി അല്ലെങ്കിൽ മറ്റൊരാളുടെ വക്താവ് എന്നാണ് അതിനർത്ഥം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ ലോകരാഷ്ട്രവും ഏതാണ്? സ്വീഡൻ തന്നെയാണ് എന്ന് ഓർക്കുക. ഇനി ഈ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ ലോകരാഷ്ട്രം സ്വീഡനാണ്. എന്നാൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമുണ്ട്. ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാഷ്ട്രം ഏത്? ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാഷ്ട്രം ന്യൂസിലാൻഡ് ആണ്. 1962 1962 ന്യൂസിലാൻഡിലാണ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്നത്. അപ്പൊ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാഷ്ട്രം ന്യൂസിലാൻഡ് ആണ്. ആദ്യ ലോകരാഷ്ട്രം സ്വീഡനാണ്. കോമൺവെൽത്ത് രാഷ്ട്രം ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്നത് 1962 ഇനി ഇന്ത്യയില് ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM മുൻഷിയാണ്. അതായത് ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള നിലയില് ഓംബുഡ്സ്മാൻ സമ്പ്രദായം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് KM മുൻഷിയാണ്. 1960 ഓംബുഡ്സ്മാൻ നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി, ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. ശ്രദ്ധിക്കണം, ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് KM മുൻഷിയാണ്. 1960 എന്നാൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി സന്താനം കമ്മിറ്റിയാണ്. സുഹൃത്തുക്കളെ, ഈ സന്താനം കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 1-2 ചോദ്യങ്ങളും കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം നിലവിൽ വന്നത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അത് തന്നെയാണ്. ഓംബുഡ്സ്മാൻ സമ്പ്രദായം നടപ്പിലാക്കണമെന്ന ശുപാർശ നൽകിയ ആദ്യ കമ്മീഷനാണ് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചോളുക. ഇന്ത്യയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സന്താനം കമ്മിറ്റിയുടെ. എന്താണ് ഈ വിജിലൻസ് കമ്മീഷന്റെ ലക്ഷ്യം? അതായത് അതൊരു ആന്റി കറപ്ഷൻ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് സെന്റർ.
കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. അപ്പൊ ഇനി നമ്മൾ ലോക്പാൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നാം. ഇന്ത്യയിലെ അഴിമതി തടയുന്നതിന് വേണ്ടി CVC ഇല്ലേ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇല്ലേ, പിന്നെ എന്തിനാണ് ലോക്പാലിന്റെ ആവശ്യം? അത് നിങ്ങൾ മനസ്സിലാക്കണം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉദ്യോഗ തലങ്ങളിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് 1964 നിലവിൽ വന്നത്. എന്നാൽ കുറെ കൂടെ വിശാലമാണ് ലോക്പാൽ. ഇനി നിങ്ങൾ പഠിക്കും. അതായത് ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അതിവിശാലമായ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ലോക്പാൽ. എന്നാൽ ഉദ്യോഗ തലത്തിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി 1964 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനത്തിന്റെ പേരാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. സന്താനം കമ്മിറ്റിയെ നിയമിക്കുന്നത് 1962 സന്താനം കമ്മിറ്റി ശുപാർശ സമർപ്പിക്കുന്നത് 1964 ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1964 ഫെബ്രുവരി മാസം 11 ഇന്ത്യയിൽ CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതുകൂടി ഓർത്തോളൂ. ഈ സന്താനം കമ്മിറ്റിയുടെ ചെയർമാനാണ് കെ സന്താനം. ഇനി അവിടെ കെ സന്താനം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് കൂടി സാധ്യതയുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇന്ത്യയില് 2ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനും ഇദ്ദേഹമായിരുന്നു, കെ സന്താനം. അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കും. അപ്പൊ ഇന്ത്യയില് ധനകാര്യ കമ്മീഷന്റെ 2ാമത്തെ ചെയർമാൻ അല്ലെങ്കിൽ 2ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? കെ സന്താനം. 1ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്കറിയാം KC നിയോഗിയാണ്, അല്ലെ? KC നിയോഗിയാണ്. 1951 നവംബർ 22 ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ആ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റത് 2ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ സന്താനം. അപ്പൊ ഞാനിവിടെ സന്താനം കമ്മിറ്റി എന്ന് പറഞ്ഞപ്പം കണക്ട് ചെയ്ത് 2-3 ചോദ്യങ്ങൾ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വരുമ്പോൾ അനുബന്ധ ചോദ്യങ്ങൾ കൂടി പറയുക എന്നത് നമ്മുടെ രീതിയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. ആ സെൻസിൽ തന്നെ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അപ്പോ ഇന്ത്യയിൽ ലോകത്തില് ആദ്യമായിട്ട് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന സ്വീഡനിലാണ്. ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാഷ്ട്രം ന്യൂസിലാൻഡാണ്. 1962 ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1960 KM മുൻഷിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സന്താനം കമ്മിറ്റിയാണ്. വളരെ വ്യക്തമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഈ ഇന്റർമീഡിയറി അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതി പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മിക്കവാറും വിവിധ മേഖലകളിൽ ഈ സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട്. ഇപ്പം ബാങ്കിങ് മേഖലകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് RBI ഓംബുഡ്സ്മാൻ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ, ഇങ്ങനെ വിവിധ മേഖലകളിൽ രാജ്യത്ത് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട്. അപ്പൊ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓംബുഡ്സ്മാനെ നിയമിച്ചത് എന്നെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൂടി ഒന്ന് ഓർമ്മിച്ചോളുക. 1995 RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. എന്തിനു വേണ്ടി? ബാങ്കിങ് മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1995 RBI ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. അവിടെ ഒരു ചോദ്യം വരാം, RBIയുടെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നതാര്? RBI ഗവർണറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് RBIയുടെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. ഓംബുഡ്സ്മാന്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 3 വർഷമാണ് ഓംബുഡ്സ്മാന്റെ കാലാവധി. ഇനി RBIയുടെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് RBI ഗവർണർ. RBIയുടെ ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് 1995. RBIയുടെ ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് ഏത് ആക്ട് പ്രകാരമാണ്, ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949.
1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആണ് ശരിക്കു പറഞ്ഞാൽ RBI ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. ഇത്രയും കൂടി ഒന്ന് വ്യക്തമായി ഓർമ്മിച്ചോളുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ലോക്കൽ സെൽ ഗവൺമെന്റ് ബോഡീസിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളത്തിലാണ്. 2000-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വരുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2000-ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, ഓംബുഡ്സ്മാന്റെ രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഒക്കെ ആരാണ്? സംസ്ഥാന ഗവർണറാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്, ആ ഓംബുഡ്സ്മാനെ നീക്കം ചെയ്യുന്നത്, ഓംബുഡ്സ്മാന്റെ രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഒക്കെ. ഇനി ഓംബുഡ്സ്മാന്റെ യോഗ്യത എന്താണ്? ഓംബുഡ്സ്മാന്റെ കാലാവധി 3 വർഷം തന്നെയാണ് എല്ലായിടത്തും. ഓംബുഡ്സ്മാന്റെ യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജി ആയിരിക്കണം. ചീഫ് ജസ്റ്റിസ് എന്ന് പറയരുത്, എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജി ആയിരിക്കും ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടുന്നത്. അപ്പോ ഇത് നമ്മുടെ ലോക്പാലിന്റെ ഒക്കെ മുമ്പിലുള്ള ഒരു, അതായത് മുന്നേ ഉള്ള ഒരു പഴയ സംവിധാനത്തിന്റെ പേരാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഓംബുഡ്സ്മാന്റെ ഇന്ത്യൻ പതിപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അതാണ് ലോക്പാൽ എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. ലോക്പാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ പറയുക, അതായത് ഓംബുഡ്സ്മാന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ്. ഞാൻ പറഞ്ഞു ഒരു ആന്റി കറപ്ഷൻ അതോറിറ്റി ഇന്ത്യയിൽ 1964 നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അത് ഏതാണ്? CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അതിനൊരു പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉദ്യോഗ തലങ്ങളിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ലോക്പാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിവിശാലമായ ഒരു 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 ഏരിയ കവർ ചെയ്യുന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനമാണിത്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ദേശീയ തലത്തിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. ആൻഡ് ആൻ ആന്റി കറപ്ഷൻ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് സെന്റർ. കേന്ദ്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ആന്റി കറപ്ഷൻ അതോറിറ്റി. ഏതൊക്കെ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും. പൊതുപ്രവർത്തകരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. അപ്പം ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? ലോക്പാൽ. അഴിമതി തടയുക എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥമുണ്ട്. ലോക്പാല് നിലവിൽ വന്നത് എന്തിനു വേണ്ടി? ഈ ഭരണാധികാരികളുടെ, ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ അഴിമതി, സ്വജനപക്ഷപാതം, ദുർഭരണം എന്നിവ തടയുക. കുറെ കൂടെ വിശാലമായി നമുക്ക് പറയാം എന്തൊക്കെ തടയുന്നതിന്. ടു പ്രിവന്റ് കറപ്ഷൻ, നെപ്പോട്ടിസം ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി, നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വജനപക്ഷപാതം. മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർഭരണം. അപ്പോ നോക്കൂ, ലോക്പാൽ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് at central level to prevent corruption, nepotism and maladministration. അതായത് ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക എന്ന, സ്വജനപക്ഷപാതം തടയുക എന്ന, അല്ലെങ്കിൽ ദുർഭരണം തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയിൽ നിലവിൽ വന്ന, ദേശീയ തലത്തിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. ക്ലിയർ ആയോ? ഒരുപാട് വിശദീകരിച്ചപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ഓർമ്മിച്ചാൽ മതി.
ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ നിലവിൽ വന്ന അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. അത്രയും ക്ലിയർ ആയില്ലേ? അത്രയും ഓർത്തു വെച്ചോളുക. ഇനി ലോക്പാൽ എന്ന വാക്കിലേക്ക് നമുക്കൊന്ന് വരാം. അത് ഒരു സംസ്കൃത പദമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക് എന്ന് പറഞ്ഞാൽ ലോകം, ജനം. പാൽ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, സംരക്ഷിക്കുക. അപ്പൊ ലോക് അഥവാ ജനം, പാൽ അഥവാ സംരക്ഷകൻ എന്നീ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ലോക്പാൽ ഉണ്ടായത്. അപ്പൊ ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കാം? ജനസംരക്ഷകൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? ജനസംരക്ഷകൻ, കെയർ ടേക്കർ ഓഫ് പീപ്പിൾ, പ്രൊട്ടക്ടർ ഓഫ് പീപ്പിൾ, ഡിഫൻഡർ ഓഫ് പീപ്പിൾ, പീപ്പിൾസ് ഫ്രണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ലോക്പാലിന്റെ അർത്ഥം. മലയാളത്തില് ജനസംരക്ഷകൻ. അഴിമതിയിൽ നിന്ന്, സ്വജനപക്ഷപാതത്തിൽ നിന്ന്, ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അപ്പൊ ലോക് എന്ന് പറയുന്നത് ജനം, പാൽ എന്ന് പറയുന്നത് സംരക്ഷകൻ. അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് ജനസംരക്ഷകൻ. ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ജനസംരക്ഷകൻ. ഇനി നോക്കൂ, ഈ കെയർ ടേക്കർ ഓഫ് പീപ്പിള്, പ്രൊട്ടക്ടർ ഓഫ് പീപ്പിള്, ഡിഫൻഡർ ഓഫ് പീപ്പിള്, പീപ്പിൾസ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ഓംബുഡ്സ്മാന്റെ ഇന്ത്യൻ പതിപ്പാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഓംബുഡ്സ്മാൻ, ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് KM മുൻഷിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. KM മുൻഷി അവതരിപ്പിച്ചത്, ആശയം അവതരിപ്പിച്ചത് ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ലോക്പാൽ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് KM മുൻഷിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്നൊരാശയം ആദ്യമായി കൊണ്ടുവന്നത്, മുൻഷിക്ക് മുമ്പ് കൊണ്ടുവന്നത് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന 1957 മുതൽ ഇന്ത്യയിലെ നിയമമന്ത്രിയായിരുന്ന അശോക് കുമാർ സെന്നാണ് ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതൊരു അഴിമതി വിരുദ്ധ സംവിധാനമായ ഒരാശയമായി മുന്നോട്ട് വെച്ചത് KM മുൻഷിയാണ്. അതുകൊണ്ട് KM മുൻഷി എന്ന് തന്നെയാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. എങ്കിലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ മുൻഷിയുടെ പേരില്ല എങ്കിൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന ഒരാശയം മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചിട്ട് മുൻഷിയുടെ പേര് കാണണമെന്നില്ല. അവിടെ അങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അശോക് കുമാർ സെന്നാണ്. സാധാരണ ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ മുൻഷിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം അശോക് കുമാർ സെൻ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത് അശോക് കുമാർ സെൻ. 57-ലൊക്കെ ഇന്ത്യയുടെ നിയമമന്ത്രിയായിരുന്ന ആള്. എന്നാൽ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് ഓംബുഡ്സ്മാനെ സ്ഥാപിക്കണമെന്ന ആശയം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അത് KM മുൻഷിയാണ്. എന്നാൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന വാക്ക് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് LM സിംഘിയാണ്. ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയായ LM സിംഘിയാണ് ഈ വാക്ക് ആദ്യമായി കണ്ടെത്തിയത്. ശ്രദ്ധിക്കണേ, നോക്കൂ, ഇന്ത്യയില് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് അശോക് കുമാർ സെന്, അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KM മുൻഷി നമ്മൾ പഠിച്ചു. എന്നാൽ ലോക്പാൽ എന്ന വാക്ക് കണ്ടെത്തിയത്, ജനസംരക്ഷകൻ എന്ന അർത്ഥം വരുന്ന ലോക്പാൽ എന്ന സംസ്കൃത പദം കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയായ ആരാണ്? LM സിംഘിയാണ്. ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്. ഇനി ശ്രദ്ധിക്കണേ, ഇന്ത്യയില് ലോക്പാൽ, നമ്മൾ നേരത്തെ ഓംബുഡ്സ്മാൻ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് K സന്താനം എന്ന് പഠിച്ചു. പക്ഷെ ഇന്ത്യയില് ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ 1ാം ഭരണ പരിഷ്കരണ കമ്മീഷൻ
1966 ജാനുവരി 5-ാം തീയതി നിലവിൽ വന്ന ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി, മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആ കമ്മീഷനെ കുറിച്ച് നമ്മൾ ലോകായുക്തയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി, ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത, ഇന്ത്യയില് അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ 1ാം ഭരണപരിഷ്കരണ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഇവിടെ 2-3 പേരുകൾ ഞാൻ പറഞ്ഞ് നിങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. സുഹൃത്തുക്കളെ, ഈ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് KM മുൻഷി തന്നെയാണ്. കാരണം ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ KM മുൻഷി തന്നെയാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം ശരിക്കും ആദ്യമായി കൊണ്ടുവന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്നൊരു ആശയം ആദ്യമായി കൊണ്ടുവന്നത് ഇന്ത്യയുടെ നിയമമന്ത്രിയായിരുന്ന ആരാണ്? നിയമമന്ത്രിയായിരുന്ന അശോക് കുമാർ സെൻ ആണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ സമ്പ്രദായം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ലോക്പാൽ നടപ്പിലാക്കണം. ഓംബുഡ്സ്മാൻ എന്നല്ല, ലോക്പാൽ. ഇന്ത്യയിൽ അഴിമതി തടയുന്നതിന് വേണ്ടി ലോക്പാൽ ദേശീയ തലത്തിൽ നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ 1ാം ഭരണപരിഷ്കരണ കമ്മീഷൻ. അതേ കമ്മീഷനാണ് സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത്. ആ ലോകായുക്ത എടുക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ വ്യക്തമായി പറയാം. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി ലോക്പാൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതാര്? പാർലമെന്റിൽ ലോക്പാൽ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? ഇനി മുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ച ചില സംഭവങ്ങളാണ് ഈ ക്ലാസ്സിൽ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോക്പാൽ ബില്ല് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ശാന്തി ഭൂഷൺ. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 1968 ലോകസഭയിൽ ആദ്യമായിട്ട് ശാന്തി ഭൂഷൺ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. നോക്കൂ, അപ്പോ ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര്? ശാന്തി ഭൂഷണാണ്. 1968 ലോക്സഭയിലാണ്. എത്രാം ലോകസഭയിലാണ് ഇദ്ദേഹം ബില്ല് അവതരിപ്പിച്ചത്? 4ാം ലോകസഭയിലാണ്. 4ാം ലോകസഭയിലാണ് ഇദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. പക്ഷെ ലോക്സഭ പാസാക്കി, രാജ്യസഭയിൽ ബില്ല് പാസ്സായില്ല. അവിടം മുതൽ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. പിന്നെ 11 തവണ അവതരിപ്പിക്കേണ്ടി വന്നു ഈ ബില്ല്, ലോക്പാൽ ബില്ല്. 10 തവണയും പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക. അപ്പൊ ഈ ബില്ല് പാസ്സാക്കേണ്ടത് ആരാണ്? നമ്മുടെ സഭാംഗങ്ങളാണ്. ആ സഭാംഗങ്ങള് ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. അവരുടെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരും. അവരുടെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമം ഉപയോഗിക്കും. ഇതെല്ലാം തിരിച്ചറിവുള്ള നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ സഭാംഗങ്ങളും എങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്യും? അല്ലെ? അതാണ് ഇവിടെ വിഷയം. അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മുടെ വനിതാ റിസർവേഷൻ ബില്ലും പല തവണ പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇപ്പം അത് 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് നിയമമായി മാറിയത്. അതിലേക്ക് നമുക്ക് വരാം. നോക്കൂ, അപ്പം നമ്മൾ പറയുന്നത് ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചതാര്? ശാന്തി ഭൂഷൺ 1968. പിന്നീട് പല തവണ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോ ഇത് ഏതാണ്ട് ഒരു ഡെഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറി. പിന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരവസ്ഥയിലേക്കായി മാറി. എല്ലാവരും മടുത്തു. പിന്നെ ലോക്പാൽ ബില്ലിന്റെ ചർച്ച പുനരാരംഭിക്കുന്നത് 2010. അതിനൊരു കാരണമുണ്ട്. ലോക്പാൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖ ഗാന്ധിയനായ, പ്രമുഖ ആക്ടിവിസ്റ്റായ
അണ്ണാ ഹസാരെ ഒരു നിരാഹാര സമരം പ്രഖ്യാപിക്കുന്നു. ജന്തർ മന്ദിറില് 48 മണിക്കൂർ ഒരു നിരാഹാര സമരം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കറിയാം, അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ആള് നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരും ആദരിക്കുന്ന ഒരു ഗാന്ധിയനാണ്. അതുപോലെ തന്നെ പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു നിരാഹാര സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ല. അങ്ങനെ ജന്തർ മന്ദിര് 2010 ലോക്പാൽ ബില്ല് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അണ്ണാ ഹസാരെ 48 മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിച്ചു. അപ്പോ എന്ത് ചെയ്തു? ഒരുപാട് ജനങ്ങള് ഈ സമരത്തിലേക്ക് ആകൃഷ്ടരായി. വലിയൊരു മൂവ്മെന്റിലേക്ക് അത് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ സർക്കാർ എന്ത് ചെയ്തു? അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം എന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരുന്നു. അണ്ണാ ഹസരെയുമായിട്ട് ഒരു അനുനയ ചർച്ച നടത്തുന്നു. കാരണം സമരം ശക്തിപ്പെടും എന്ന് സർക്കാരിന് തിരിച്ചറിവുണ്ടായിരുന്നു. അങ്ങനെ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകുകയാണ്. അണ്ണാ ഹസാരെയോട് പറഞ്ഞു, നമുക്ക് ഈ ബില്ല് അവതരിപ്പിക്കാം. ആ ബില്ല് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഒരു 10 അംഗ കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആ 10 അംഗ കമ്മിറ്റിയിൽ 5 അംഗങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നിന്ന്, മന്ത്രിമാരുൾപ്പെടെ 5 അംഗങ്ങള്, 5 അംഗങ്ങൾ ഈ അണ്ണാ ഹസാരെയുടെ ഭാഗത്ത് നിന്ന്, സമരക്കാരുടെ ഭാഗത്ത് നിന്ന് 5 അംഗങ്ങളും എടുത്തുകൊണ്ട് ഒരു 10 അംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കുകയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ എന്ത് ചെയ്യുന്നു? ലോക്പാൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. ആ ലോക്പാൽ ബില്ലൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ അണ്ണാ ഹസാരെയുടെ സമരം അവസാനിച്ചു. ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു, പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്ത് സംഭവിച്ചു? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രണബ് കുമാർ മുഖർജിയാണ്. പ്രണബ് കുമാർ മുഖർജിയുടെ നേതൃത്വത്തിൽ 10 അംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബില്ല് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിച്ചു. പക്ഷെ ബില്ല് പരാജയപ്പെടുന്നു, ബില്ല് പാസ്സാകുന്നില്ല. അണ്ണാ ഹസാര വീണ്ടും പ്രകോപിതനായി. അണ്ണാ ഹസാരെ പിന്നെ രാംലീല മൈതാനത്ത് അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രദ്ധിക്കണം, അനിശ്ചിതകാല നിരാഹാരം. ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമര പരിപാടിയുമായി അണ്ണാ ഹസാരെ മുന്നോട്ടേക്ക് വരുന്നു. അത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറുന്നു. അണ്ണാ ഹസാരെ ആരംഭിച്ച അല്ലെങ്കിൽ തുടക്കം കുറിച്ച ആ സമര പരിപാടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ, ഇന്ത്യ അഴിമതിക്കെതിരെ എന്നൊരു അതിശക്തമായ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉടലെടുക്കുന്നു. ഇതൊരു സംഘടനയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ പേരാണ് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ. അപ്പൊ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയില് അഴിമതിക്കെതിരെ രൂപം കൊണ്ട ഒരു സമര പരിപാടിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അതാണ് ഇന്ത്യ അഴിമതിക്കെതിരെ, ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ. ഈ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന ഈ വലിയ സമര മുന്നേറ്റത്തിന്റെ ഭാഗമായി അണിചേർന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, ബാബാ രാംദേവ്, കിരൺ ബേദി എന്ന പ്രമുഖ വ്യക്തികള് ഈ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി മാറുന്നു. അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, ബാബാ രാംദേവ്, കിരൺ ബേദി എന്ന് പറയുന്ന പ്രമുഖ വ്യക്തികള് ഈ സമരത്തിന്റെ മുന്നണി പോരാളികളായി മുന്നോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന എന്നല്ല പറയേണ്ടത്, ഒരു സമര മുന്നേറ്റം ആണ് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ. എന്നാൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് ജനതന്ത്ര മോർച്ച എന്നാണ്. അപ്പോൾ അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി, ലോക്പാൽ ബില്ല് പാസ്സാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമര മുന്നേറ്റത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ. സംഘടനയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ജനതന്ത്ര മോർച്ച എന്നാണ്. നോക്കൂ, ഈ പ്രസ്ഥാനം
ഇങ്ങനെ മുന്നോട്ട് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ആ മൂവ്മെന്റിന് വലിയ ജനകീയ പിന്തുണ കിട്ടുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആൾക്കാർ അണ്ണാ ഹസാരെയോട് പറയുന്നു, നമുക്കിതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാം. പക്ഷെ അതിന് അണ്ണാ ഹസാര തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കൂടി അഴിമതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടിയായി മാറരുത് എന്ന ഒരു നിർദ്ദേശം അണ്ണാ ഹസാരെയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പലരും ഇതിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നു. 2012 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2012 അരവിന്ദ് കെജ്രിവാൾ രൂപീകരിച്ച പാർട്ടി ഏതാണ്, രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയാണ്. എന്ത് പാർട്ടിയാണ്? അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തില് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ശരിക്ക് ആം ആദ്മി പാർട്ടി. ഏത് വർഷമാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്? 2012. ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുമ്പോൾ 1-2 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചതാണ്. സ്വരാജ് എന്നാണ് ആ കൃതിയുടെ പേര്. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട കൃതി എന്താണ്? സ്വരാജ് എന്നാണ്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിന്റെ പേര് ആൻ അൺസിഗ്നിഫിക്കന്റ് മാൻ എന്നാണ് അതിന്റെ പേര്. അൺസിഗ്നിഫിക്കന്റ് മാൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. 2006 ഇദ്ദേഹത്തിന് മാക്സേസ പുരസ്കാരം ലഭിച്ചു. മാക്സേസ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, ഫിലിപ്പൈൻസ് രാജ്യം നൽകുന്ന ഒരു പരമോന്നതമായ പുരസ്കാരത്തിന്റെ പേരാണ് മാക്സേസെ. മാക്സേസെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ആയിരുന്ന രമൺ മാക്സേസയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, രമൺ മാക്സേസയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പുരസ്കാരമാണ്. അതായത് ലോകത്തുള്ള വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ പല മേഖലകളിൽ കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. 2006 അരവിന്ദ് കെജ്രിവാളിന് ആ പുരസ്കാരം ലഭിച്ചു. പക്ഷെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി നിങ്ങൾ ഓർക്കുക. മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആചാര്യ വിനോബ ഭാവെയാണ്. 1958 ആചാര്യ വിനോബ ഭാവയ്ക്ക് മാക്സേസെ പുരസ്കാരം ലഭിച്ചത്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. 1-2 ചോദ്യ പേപ്പറിൽ ഞാൻ ഈ ചോദ്യം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആചാര്യ വിനോബ ഭാവെ. അങ്ങനെയാണെങ്കിൽ മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി, ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് മദർ തെരേസയാണ്. 1962 മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ മദർ തെരേസ. അങ്ങനെയാണെങ്കിൽ മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി മദർ തെരേസയ്ക്ക് കിട്ടിയതിന്റെ തൊട്ടടുത്ത വർഷം 1963 ഒരു മലയാളിക്കാണ് മാക്സേസെ പുരസ്കാരം ലഭിച്ചത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന, ഇന്ത്യയുടെ മിൽക്ക് മാൻ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വർഗീസ് കുര്യനാണ് മാക്സേസെ പുരസ്കാരം ലഭിച്ചത് 1963. അദ്ദേഹമാണ് മാക്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി എന്ന് പറയുന്നത്. ഒരാളുടെ പേര് കൂടി ഏതായാലും പറഞ്ഞതല്ലേ. മാക്സേസെ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി 1996 മാക്സേസെ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി TN ശേഷൻ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ ആയിരുന്ന 1990 മുതൽ 96 വരെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ ആയിരുന്ന ആർക്കാണ്? നമ്മുടെ TN ശേഷനാണ് മാക്സേസെ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആ മാക്സേസെ പുരസ്കാരത്തെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഇത്രയും ഓർക്കുക, മാക്സേസെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസ് രാജ്യം
നൽകുന്നതാണ്, ഒരു പ്രധാന പുരസ്കാരമാണ്. ഇനി ഈ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഈ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വിവിധ മേഖലകളില് പ്രാഗൽഭ്യം നേടിയ പല വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. ഈ പുരസ്കാരം അറിയപ്പെടുന്നത് ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നാണ്. പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ മാഗ്സേസെ പുരസ്കാരം. മാഗ്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭാവെ. മാഗ്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ. മാഗ്സേസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ഡോക്ടർ വർഗീസ് കുര്യൻ. മാഗ്സേസെ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി TN ശേഷൻ. അരവിന്ദ് കെജ്രിവാളിന് മാഗ്സേസെ പുരസ്കാരം ലഭിച്ചത് 2006 ഇനി റീസെന്റ് ആയിട്ട് ഒരു സംഭവം കൂടി നിങ്ങൾ ഓർക്കുക. മാഗ്സേസെ പുരസ്കാരത്തിന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു മലയാളിയെ ശുപാർശ ചെയ്തല്ലോ, പക്ഷെ അവരത് നിഷേധിച്ചു. ആരാണ്? ഒന്നാം പിണറായി സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ. നിങ്ങൾക്കറിയാം, അവരുടെ ഈ ആരോഗ്യ രംഗത്തെ നിപ്പ തടയുന്നതിന് വേണ്ടിയിട്ടും കോവിഡ് തടയുന്നതിനും വേണ്ടിയിട്ടുമൊക്കെ അവരുടെ പ്രത്യേക എഫേർട്ട്, അവരതിനു വേണ്ടിയിട്ടെടുത്ത പ്രയത്നത്തെയൊക്കെ മാനിച്ചുകൊണ്ട് മാഗ്സേസെ പുരസ്കാരം അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പുരസ്കാരം സ്വീകരിക്കരുത് എന്ന് CPM അവരുടെ പാർട്ടി അവരോട് ആവശ്യപ്പെടുകയും ആ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചർ ആ പുരസ്കാരം സ്നേഹപൂർവ്വം നിരസിക്കുകയുമാണ് ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം ഇതിനോടൊപ്പം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു പറഞ്ഞാൽ, എന്താണ് ഓംബുഡ്സ്മാൻ, എന്താണ് ലോക്പാല്, ലോക്പാല് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നടന്ന പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മുന്നണി പോരാളികളായി നിന്ന ആൾക്കാരാരൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ലോക്പാൽ എന്ന് പറയുന്ന പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയാണ് ശരിക്ക് ലോക്പാൽ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. അവിടെ ലോക്പാൽ ഇനി എന്നാണ് പാസ്സാക്കിയത്, ലോക്പാലിന്റെ ഘടന എന്താണ്, ലോക്പാലിന്റെ അംഗസംഖ്യ എത്രയാണ്, കാലാവധി എത്രയാണ് തുടങ്ങിയ ലോക്പാലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നത്.